പൈലറ്റ് ആകുവാനായി 3 വിഷയങ്ങൾ പഠിച്ചാൽ മതിയോ? മതി, പക്ഷേ പോരാ. എന്താ ഈ രണ്ടും? അതായത് 3 വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ, അതായത് മെട്രോളജി, റെഗുലേഷൻ, നാവിഗേഷൻ, ഈ 3 വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ നമുക്ക് വിദേശത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയി പൈലറ്റ് ട്രെയിനിങ് ചെയ്ത് നമുക്ക് ഇന്ത്യയിൽ വന്ന് ലൈസൻസ് കൺവേർട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 3 സബ്ജക്റ്റ് വീണ്ടും എഴുതാനാണ്. അതായത് ടെക്നിക്കൽ സ്പെസിഫിക്, ടെക്നിക്കൽ ജനറൽ, RTR, ഈ 3 സബ്ജക്ട്സ് നമുക്ക് അധികമായി എഴുതാം. മൊത്തം 6 സബ്ജക്ട്സ് വരും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ 3 സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. എന്താ ദോഷമുള്ളത്? നമ്മൾ 3 സബ്ജക്റ്റ് പഠിച്ച് ഇന്ത്യയിൽ വന്ന് ലൈസൻസ് എടുത്തൊന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എയർലൈൻസിൽ പോകുമ്പോൾ അവിടെ എയർലൈൻസിൻ്റെ ടെസ്റ്റുകളുണ്ടാവും. ആ ടെസ്റ്റുകളിൽ ഈ 6 സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സ്വാഭാവികമായും 3 സബ്ജക്റ്റ് മാത്രം പഠിച്ചിട്ട് വന്ന കുട്ടികൾക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കാറില്ല. അപ്പോൾ അവരെന്ത് ചെയ്യേണ്ടി വരും? അവർ വീണ്ടും എയർലൈൻ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതിന് സമയവും കാശും ഒരുപാട് ചിലവാകും. അതിനേക്കാൾ നല്ലത് ആദ്യമേ തന്നെ എല്ലാ സബ്ജക്ട്സും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഫ്ലൈയിങ്ങിന് പോവുക, എന്നിട്ട് ലൈസൻസ് എടുക്കുക, എന്നിട്ട് എയർലൈൻസിൽ കയറുക. അപ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനെ പറ്റി ഒരു ബേസിക് നോളജ് ഉണ്ടാവും, ഒരു തറവായിട്ടുള്ള നോളജ് ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു.